ഇതൊന്നും കാണാനില്ല കേട്ടോ. ഹെഡ്ലൈറ്റ് ഒക്കെ ഓണായിക്കോളെ. അതെ, ഉപയോഗിക്കാൻ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കാനുള്ള മെഷീൻ വർക്കിങ്ങിലാണ്. വലിയ രീതിയിൽ ചോക്ലേറ്റ് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് മെഷീൻ. അതിലേക്ക് നമുക്ക് ബദാമും ബാക്കിയുള്ള രാവിലത്തെ തണുപ്പിൽ നിന്നും ഉണർന്നു വരുന്ന കൊടൈക്കനാൽ നഗരമാണ് ഈ കാണുന്നത്. നമുക്ക് നമ്മുടെ കൊടൈക്കനാൽ സിറ്റി ഏകദേശം 3/4 ഭാഗത്തോളം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു കൊടൈക്കനാൽ വിശേഷമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അസോക്സും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോ ഒരു കൊടൈക്കനാൽ വ്ളോഗ് കഴിഞ്ഞിട്ടുള്ളൂ. ദെൻ വെരി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു കൊടൈക്കനാൽ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഇഷയെ പോയി. ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക, ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മളുടെ വണ്ടി ഏകദേശം ഒരു 2 കല്യാണ ട്രിപ്പും അതിനുശേഷം ഒരു ഏർവാടിയും ട്രിപ്പും ഒക്കെ പോയി. ഞാൻ ലീവാണ്ടായിരുന്നു, ഏകദേശം ഒരു 10 ദിവസത്തെ ലീവിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പറയാം. ആൻഡ് നമ്മുടെ വണ്ടി ഇതാ നിൽക്കുന്നു. ചെറുക്കനെ നമ്മൾ ഏകദേശം നമ്മൾ വന്ന റോഡിൽ നിന്ന് വെച്ചാൽ ആ റൂട്ടിൽ നിന്ന് നേരെ വന്നു. നമുക്ക് നേരെ അങ്ങ് തിരിച്ചു, എന്നിട്ട് നേരെ ഫ്രണ്ട് കയറ്റി നിർത്തി. ഇനി നമുക്ക് പോകാൻ നേരെ റിവേഴ്സ് ഇറക്കുക, നേരെ ആ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ചു പോവുക. ഒരൊറ്റ പ്ലാനിങ്ങിലാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പ് വന്നിട്ട് സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്നാണ്, പാവർട്ടിയുള്ള സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്നാണ് നമുക്ക് ട്രിപ്പ്. നമുക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിള്ളേരുമായിട്ടാണ് നമ്മൾ ട്രിപ്പ്. നമുക്ക് അവിടെ ഫ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിവ നമുക്ക് ഷെഫിക്ക് ഞാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാക്കേജറും ഉണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, സ്ഥിരം കൊടൈക്കനാൽ പല്ലവിയിൽ നിന്ന് ഒരു കുറച്ചൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് പിടിക്കാൻ നോക്കാം. സാധാരണ സ്ഥിര സ്ഥലങ്ങളൊക്കെ അല്ലേ കാണാം. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. എപ്പോഴും വെറൈറ്റി അല്ലേ, അല്ല സ്ഥിരമായിട്ട് ഈ കൊടൈക്കനാൽ കണ്ടാൽ നിങ്ങൾക്കും ബോറടിക്കും, നമുക്കും ബോറടിക്കും. ഏകദേശം ഈ ഒരു സീസണിൽ 8ാമത്തെ 10ാമത്തെ കൊടൈക്കനാലായിട്ടാണ് ഞാൻ വരുന്നത് തന്നെ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ ഷെഫീക്ക് അത് വണ്ടറുള്ളിൽ കയറിയിട്ടുണ്ട്. ഷെഫീക്ക് കാണിച്ചു തന്നിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ. ആൻഡ് സംഗതി ഇവിടെ നമ്മൾ രാവിലെ വന്നപ്പോഴേക്ക് 2 ബസ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രൂവയും അതുപോലെ തന്നെ അനുശ്രീയുടെ വണ്ടി. ട്രൂവ നമ്മുടെ മണ്ണാർക്കാടുള്ള വണ്ടി, അനുശ്രീ മണ്ണാർക്കാട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ 2 വണ്ടികളും ഇവിടെ നിൽക്കണ്ടായിരുന്നു. അവർ പോയതിന് ശേഷമാണ് നമ്മൾ ഫ്രഷപ്പിന് കയറിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ഷെഫിക്ക ഒരു ഹായ് കൊടുക്കൂ. ഷെഫിക്കതാ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ ഇതാ വണ്ടി റിവേഴ്സ് ഇറക്കുന്നു. പിള്ളേരെല്ലാവരും നമ്മൾ കയറ്റി നേരെ ഫുഡ് കഴിക്കാനാണോ, നമുക്ക് അഖിലാംബികയിലാണ് ഫുഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ അഖിലാംബികയിലേക്ക് ആക്ഷനാണ്. വാ 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 സ്റ്റഡി വാ. കറക്റ്റ് ബാക്ക് പറഞ്ഞോടത്ത് നമുക്കൊരു അളവുണ്ട്. ആ ഒരു വണ്ടി കറക്റ്റായിട്ട് ഇന്നതിൽ ഒടിയുന്നത്. അത് കറക്റ്റ് പറഞ്ഞോടത്തുണ്ടെങ്കിൽ വണ്ടി മൂപ്പർക്കും ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. പോരെ 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 പോരെ. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് കയറി പോകും. ആ ഗ്യാപ്പ് മതി, ഇഷ്ടം. ഇനി പാക്കേജറിനെ എടുത്തിട്ട് പോവാ വേണ്ടു. ഓക്കെ, പോകുന്നുണ്ട്. നമ്മൾ നൈസായിട്ട് അഖിലാംബിയിൽ പാർക്ക് എത്തി. അപ്പോഴേക്കും നമ്മുടെ തോട്ടത്തിൻ്റെ വണ്ടി ഇതാ കിടക്കുന്നു. ഇപ്പോഴേക്കും നമ്മുടെ ഓൺലൈൻ്റെ BS6 ഐഷർ വണ്ടിയാണ് ഈ കിടക്കുന്നത്. കാരണം ഐഷർ ഒന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല. ആ ഒരു ഗ്രില്ല് കണ്ടില്ലേ അവിടെ. ഗൈസ്, നമുക്ക് ഫുഡിന് പൂരിയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ഉപ്മാവുണ്ട്. ലീവ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആൻഡ് ബാജി, സാമ്പാർ, ചട്നി. നമ്മുടെ ലേപ്പാക്കി ഞാൻ എൻ്റെ പാട്ടിൽ എടുത്തു. ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ. ബാക്കിയുള്ളായിരുന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്കിത് അവിടെ ഗ്രീൻ ലൈനിൻ്റെ ഒരു ബസ്, ഒരു ജങ്കാറിന് കേട്ടോ സത്യത്തിൽ 12 മീറ്ററാണ് ചേസ് സത്യത്തിൽ. അവിടെ സതലജിൻ്റെ ഒരു ബോഡി, ഇതും ഏകദേശം 12 മീറ്റർ പോകുന്നുണ്ട്. കാരണം 18 വരുന്നത്, 8 10 മിനിറ്റാണ്. 12 മീറ്റർ ഒറ്റയാണ് തോന്നുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പാഴ്സലാണ് കേട്ടോ അതിൽ വരുന്നത്. ആൾക്കാരില്ലെങ്കിലും പാഴ്സൽ നിരത്തി പിടിച്ച് ഓടുന്നു. പാഴ്സലിലാണ് കാര്യം തോന്നുന്നുണ്ട്. കാശല്ലേ സത്യത്തിൽ. നൈറ്റ് സർവീസൊക്കെ ഒരു തരത്തിൽ നോക്കുമ്പോൾ ലാഭം നമ്മുടെ തന്നെയാണ്, പാഴ്സൽ സർവീസാണ്. മറ്റേത് എന്താ വിഷയം എന്ന് വെച്ചാൽ തുറന്നുതരാം. പിള്ളേർക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോന് വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ അടാറ് ബ്ലോക്കാണ് അനുഭവത്തിരിക്കുന്നത്. അവിടെ ഏതൊക്കെ വണ്ടികൾ അങ്ങോട്ട് ഇങ്ങനെ പോകാതൊക്കെ നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് കുത്തിക്കരണം. ലൈഗറിൻ്റെ പുതിയ ഓജസ് ബോഡി 45 വരുന്നു. അവിടെ വരുന്നുണ്ട്.
വണ്ടിയാണ്, വണ്ടിയാണ്. അതിന് നല്ലൊരു ഒതുക്കുള്ള വണ്ടിയാണ്. നമ്മുടെ ലേക്കിലൂടെ ബോട്ടിങ്ങിന് വേണ്ടി പുതിയ പുതിയ സംഗതികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടൊന്നും ഇറക്കിയിട്ടില്ല. എന്തായാലും നടക്കുന്ന സജീവം ആവുന്ന പ്രതീക്ഷിക്കുക. നമ്മൾ കഴിഞ്ഞ വന്നപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വർക്ക് ഓടി പോയിരുന്നത്. എന്തായാലും നേരെ സൈറ്റ് സീയിങ്ങിന് കയറാൻ പോവാം. സ്ട്രൈറ്റ് നമ്മളങ്ങനെ നോർത്ത് പോയിന്റിൽ എത്തിയപ്പോഴും പാർക്കിങ്ങിൽ നമ്മുടെ മാംഗോസിൻ്റെ ഇതിനൊക്കെ വണ്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുൾ കോടയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കോടയാണ്. സംഗതി ഇത്തവണത്തെ എക്സ്പീരിയൻസ് ഒരു രക്ഷ ഉണ്ടാവില്ല പിള്ളേരെ. ഇത് അത്രയ്ക്ക് അടിപൊളിയാണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഇവിടെ ഇത്രയും കോട ചില ടൈമിൽ, അതായത് സെലക്റ്റീവ് ടൈമിൽ മാത്രമേ ഇങ്ങനെ കോട വരാറുള്ളൂ. ഇപ്രാവശ്യം ഒരു രക്ഷയില്ലാത്ത കോട, അത്രയും മാത്രം കോടയാണ്. എന്തായാലും ഡ്രീം ഫീൽഡ് വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും നമുക്ക് പിള്ളേരെല്ലാവരും ഇറങ്ങിയിട്ട് വണ്ടികൾ ഓർക്കണം സെറ്റ് ചെയ്യാം. ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത കോടെന്ന് വെച്ചാൽ ഒന്നും കാണാത്ത അവസ്ഥയായി. നമുക്ക് അപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തമ്മിൽ എത്ര വ്യത്യാസം വന്നു. എന്തായാലും തവണ പൊളിച്ചു എന്ന് വെച്ചാൽ അജാതി പൊളിച്ചു എന്ന് പറയാം. സത്യത്തിൽ ഒരു പറയാൻ പറ്റില്ല, അമ്മാതിരി എക്സ്പീരിയൻസ് ആണ്. സംഗതി ഒരുപാട് തവണ കൊടൈക്കനാൽ വന്നിട്ട് ഓരോ തവണ വരുമ്പോഴും ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. സംഗതി പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കൊടൈക്കനാൽ പോയി മടുത്തില്ല. ഒരിക്കലും മടുക്കില്ല. കാരണം ആ രീതിയിൽ അടിപൊളിയാണ് ക്ലൈമറ്റ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഓരോ തവണ വരുമ്പോൾ ഓരോ രീതിയിലാണ്, ഓരോ രസത്തിലാണ്. ഐ ആം ടോട്ടലി ഹാപ്പി. നിങ്ങൾക്കും സത്യത്തിൽ നിങ്ങളും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ടോ? ഈ ടൈമൊക്കെ നല്ല അടിപൊളി ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഓൾ സെറ്റ്. ഇത് നമ്മുടെ ബസ്സുകളൊക്കെ ഓരോന്നായിട്ട് വരുന്നു. പതുക്കെ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയാണ്. ഗൈസ്, ലേ പച്ച വണ്ടറല്ലേ ആളാണല്ലേ. അയ്യോ, ഗ്രാഫിക്സ് ചെയ്ത 26 സീറ്റ് 5 ആട്ടിയെ പിടിച്ചത്. അയ്യോ, ഉല്ലാസ് വ്ലോഗ്സ്. എന്തായാലും 25 നല്ല രീതി പണിയായിരുന്നു. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് വരച്ചെടുത്താണല്ലേ. ബാ, നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ പോയി നോക്കാം. ഗൈസ്, എന്തായാലും നമുക്ക് നോക്കിയേക്കാം. സംഗതി ഇത് എന്തായാലും പെയിന്റ് അടിച്ചിട്ട് എത്രയായി? അല്ല, ഒരു കൊല്ലം കഴിഞ്ഞില്ലേ? അതിന് മുന്നേ അടിച്ചോളൂല്ലേ? വണ്ടി ഇറക്കി പണിയെടുത്തു. എന്തായാലും ഒരു രക്ഷയില്ല എന്ന് പറയാം. അടിപൊളി ഫുൾ ഗ്രാഫിക്സ് വിനൈലിങ് കൊണ്ട് ഒരു രക്ഷയില്ലാതെ തീർത്തുണ്ട്. 26 സീറ്റ് തന്നെയാണല്ലേ. ഇപ്പോൾ 17 സീറ്റ് ഞാൻ അടിക്ക് നോക്കാണ്. അങ്ങനെ എന്തായാലും ക്യാമറ കാണുമ്പോൾ വേറൊരു ഷെയ്ഡാട്ടോ, ഒരു ബ്ലൂ ഷെയ്ഡ്. പക്ഷെ അതൊരു ഗ്രീനി ഷെയ്ഡാണ് സത്യത്തിൽ. വണ്ടി ബ്ലൂ അല്ല, ഗ്രീനാണ് കേട്ടോ. എന്തോ ഒരു ഇതൊക്കെ വ്യത്യാസമുണ്ട്, അതാണ്, വേറൊന്നുമില്ല. ഇത് തുറക്കാൻ പറ്റും. യെസ്, സീറ്റൊക്കെ പണിയെടുത്തു അല്ലേ? അടിപൊളി. സലാംസിന്റെ സെറ്റിങ്സ്, പോയിന്റ്, ലേസറിന്റെ പിക്സൽ എല്ലാം കൂടി ആയിട്ട് ഓൾ സെറ്റ് ആട്ടോ. അടിപൊളി. നോക്കി ഓടി കളിക്കണ പിക്സലൊക്കെ പോകുമ്പോൾ നല്ല രക്ഷയില്ല. അതൊക്കെ നല്ല അടിപൊളിയായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് രാത്രി നമ്മളൊരു വേറെ രക്ഷയില്ലാത്ത വൈബായിരിക്കും. എനിവേ, നല്ല രീതിയിൽ പൈസ ഇറക്കി പണിത വണ്ടി എന്നൊക്കെ വേണം. കുറച്ച് പൈസ ഇറക്കിയെന്നല്ലേ. ഇതൊക്കെ ടി വി ഒക്കെ സലാംസിന്റെ ഇതെന്തായാലും നല്ല രസമാണ്. കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കണില്ല. പുള്ളിക്ക് അങ്ങനെ സ്പേസ് ഉണ്ടാവും. ഇതെന്തായാലും അടിപൊളി. കാരണം ഉള്ളിക്കായിട്ട് ഇറങ്ങി നിൽക്കണം. മറ്റേത് പുറത്തേക്ക് ഒരു ടി വി പ്രൊജക്ഷനായിട്ട് കാണും. ഇത് പത്രല്ല. എന്തായാലും അടിപൊളിയാണ്. കോട വരുന്നു പോകുന്നു അങ്ങനെ സംഗതി ഒരു ഡ്രാമാറ്റിക് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു അടിപൊളി ഒരു മൊമെന്റ്സ് ആണ്. ഒരാഴ്ച എന്താണ് ക്ലൈമറ്റൊക്കെ ഞാൻ കുറച്ചൊന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. ക്ലോസ് ദ ഡോർ. കുറ്റം മാഷ് കയറി എണ്ണി കേട്ടെ. അപ്പോഴേക്കും ബാക്കിയുള്ള പിള്ളേർ നമ്മൾ വന്നപ്പോഴേക്കും ഏകദേശം കുറേ വണ്ടികൾ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്ത് പോയില്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് പിറകിലോട്ടാവും. സോ സീനാവും. അപ്പോൾ ഏറ്റവും നല്ലത് വേഗം എടുക്കുന്നതാണ്. അവിടെ ജസ്റ്റ് എക്സ്പീരിയൻസ്
ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയതുകൊണ്ട് കോട കാരണം മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പിള്ളേരെ മാറിക്ക് ആ മറ്റേ ഗ്രിൽ ലൈറ്റൊക്കെ ഓൺ ആക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി കാണില്ല ചിലപ്പോൾ. ഫയർ ഇട്ടോ ഓണായിക്കോളെ. ഓഫാക്കി ഓണാക്കി വർക്ക് ചെയ്യാത്തൊന്നുമില്ല. 2-3 തവണ ഓഫാക്കി ഓണാക്കിയായി വർക്ക് ചെയ്യും. അതേ ഇതിലൊന്നും കാണാനില്ല കേട്ടോ. ഹെഡ് ലൈറ്റൊക്കെ ഓണായിക്കോളെ. ശരിക്കും കൊടൈക്കനാലായത് ഇത് പിന്നെ നമ്മുടെ റീൽ ഷൂട്ടിംഗ് ആണ്. ഈ ഒരു രീതിയിൽ ഫോൺ വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റയിലും ഒക്കെ അറിയാം, പല വീഡിയോസും വൈറലാണ്. ഒരു രക്ഷയില്ല. നമ്മളെന്തായാലും സകല ഗ്ലാസ് മൊത്തം അടച്ചിട്ടുണ്ട്. ആരെങ്കിലും കയറിയാൽ പണിയാവും. ഈ കുരങ്ങൻ കയറിയുള്ള വിഷയം എന്താ പറയുക, വണ്ടർ മെയിൻ ഗ്ലാസ് അടക്കം ചാടി പൊട്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. കാരണം ഗ്യാപ്പ് കാണുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ആ ഗ്ലാസ് ഏരിയ അല്ലേ ഫ്രീ ആയിട്ട് കാണുക, ചിലപ്പോൾ അതുകൂടെ ചാടിയിട്ട് ഇപ്പോൾ പൊട്ടിച്ചൊന്നൊക്കെ വരും. സോ നമ്മളെപ്പോഴും ഇതാക്കണം. വരില്ലല്ലോ, ഇല്ല, ഗ്ലാസ്സൊക്കെ അടച്ചിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. അതിനാലും ഫൈൻ ഫോർ ചേടെ ആ ചെറിയ കുട്ടിയല്ലേ, ജസ്റ്റ് ബോൺ. ക്യാമറയ്ക്ക് ചാർജ് വേണമല്ലേ, കാട്ടിക്കോളൂ. ഏതാ കാനോണോ നിക്കോണോ? കാനോൺ. വെയിറ്റ് അടി കേട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും നമ്മൾ ഇറക്കി വിട്ടു. നൈസായിട്ട് വണ്ടിയിലിരിക്കട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ ഇതൊന്നും പോകല്ല. നിങ്ങളെ മാതും ഗ്ലാസ് മാതി കയറ്റിക്കോ, ചിലപ്പോൾ ചാടി ഉള്ളിൽ കയറിയപ്പോഴറിയോ. ഗ്ലാസ് പകുതി കയറ്റിക്കോളും. പാവാണ് സ്വഭാവം. അതിന് മാത്ത് മുറിയൊക്കെ ഉണ്ടോ നോക്കിയേക്ക് അവിടെ. ഇത് പുതിയ കയ്യില് കിട്ടിയാണ്. ആ അത് മാന്തലൊക്കെ അടി കൂടിയിട്ട് എന്തേലും കൊരങ്ങാന്നുള്ള വിളിയുടെ മാറും. ഫ്രൂട്ട്സ് ആണ് സത്യത്തിൽ തരേണ്ടത്, ബിസ്ക്കറ്റ് ഒന്നുമല്ല. എനിവേ നമുക്ക് നമ്മുടെ പിള്ളേർ പറഞ്ഞവരെ ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. പോകാനേ പറ്റും, ഗ്യാപ്പില്ലല്ലോ. അങ്ങനെ നമ്മൾ പതുക്കെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റിൽ കോടയില്ലെങ്കിലും പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞാൽ നല്ല കോടയുണ്ട്. ഗുണാക്കേവിൽ അവിടെ നല്ല കോടയാണെന്ന് തോന്നുന്നുണ്ട്. പ്ലീസ് ഒന്ന് മാറിക്കോ ചേച്ചിമാരെ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗുണ കേവിൻ്റെ പാർക്കിങ്ങിലോട്ട്. ഗുണ കേവിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഫുൾ കോടയാണ്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തന്നെ കേട്ടോ. തിരക്കിനൊന്നും ഒരു കുറവില്ല. ട്രാവലർ ഇല്ലെങ്കിൽ അവിടെ കയറ്റിയിടായിരുന്നു കേട്ടോ. ആ ട്രാവലറിൻ്റെ മുമ്പിൽ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും അവിടെ. ആ വിട്ടോ ആ ട്രാവലറിൻ്റെ മുമ്പിൽ ഇട്ടോ, അവിടെ ആവും നല്ല ഗ്യാപ്പാണ്. അതുകൊണ്ട് സ്ഥിരം ഇടുന്ന സ്ഥലത്ത് അവിടെ ഒരു കയറ്റാണ് നിർത്തുക, അവിടെ ഇട്ട് കൊടുക്കുക. സിമ്പിൾ. ടയർ പോയ പാടും മറ്റേത് നോക്കിയിട്ട് കയറിയായിട്ടോ. അങ്ങോട്ട് കയറി പോവാം നമുക്ക്. ഒരു സൈഡ് റോട്ടിലും ഒരു സൈഡ് ഇതിലും. അത് വല്ലാണ്ട് തൂക്കണ്ട കേട്ടോ വണ്ടി. ഇങ്ങോട്ട് പോരെ. ആ ബാക്ക് നോക്കി നോക്ക്. എന്നാ കുഴപ്പമില്ല.
നിൽക്കട്ടോ ഇനി ഞാൻ പറയാം. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഇനി ഞാൻ ഇറങ്ങിയിട്ട് നോക്കട്ടെ. ഇനി ഇറങ്ങി നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ടയർ ഇവിടെ 2 ടയർ ഈ പുറത്ത്, ആ രീതിയിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ബാക്ക് ഓക്കെയാണേ. ഓ ഗൈസ്, ഷെഫീഖിയുടെ കായവർത്താണ്. വേണമെങ്കിൽ വാങ്ങിച്ചിന്നടാ. അതെ പോന്നായി. ഞാനെന്താ വാട്ട് ഡിഡ് ഐ ഡു ടു യു? ഞാനൊരു പേടി. ക്യാമറ പിടിച്ചു തന്നെ ക്യാമറ എടുത്തോണ്ട് പോകും. ഇങ്ങനത്തൊക്കെയാണ് പ്രശ്നം. പിന്നെ ഉള്ള കണ്ട ഉറപ്പ്. ആ ഗൈസ് ടറം ഇനി ചെറുതാണ്. അതൊക്കെ ചിലപ്പോൾ മാന്തിന്ന് വരും. ഇത് മാന്തും. അതങ്ങോട്ട് ഇപ്പൊ ചെറുതിന് ഇട്ട് കൊടുത്തു. ഇപ്പൊ ചെറുതിന് കിട്ടും. ചെറുതിന് ഇട്ട് കൊടുക്ക്. വാ ബസ്സിന് വിളിക്കുക. ഡിക്കർ വിളിക്കുക വന്യമൃഗങ്ങളെ പിടിച്ചോണ്ട് പോയ കേസ് വരും. അതെ, എന്തായാലും ഒരുപാട് വണ്ടികൾ കേട്ടോ. നേരത്തെ പിടിച്ച വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ ചായ പിടിക്കാൻ പോവാം. ദാ അവിടെ ലെറ്റ്സ് ഗോ. സംഗതി നമ്മുടെ വീൽ കപ്പ് ഊരി തെറിച്ച് പോയിരിക്കുകയാണ്. എന്തുണ്ടായെന്ന് വെച്ചാൽ അറിയില്ല. വെൽഡിങ് പൊട്ടിയിട്ട് തെറിച്ച് ഓർക്കാണ്. അത് കമ്പി അടക്കം സെൻട്രൽ ബോൾട്ട് വരുന്നുണ്ട്. ഡോർ അടച്ചു, ഗ്ലാസ് ഒക്കെ അടച്ചു, സെൻട്രൽ ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് അടക്കം ഊരി തെറിച്ച് ഓർക്കാണ്. എന്താ അവസ്ഥ? നമ്മൾ ഇന്നലെ രാത്രിയാണ് സംഭവം അറിഞ്ഞത്. ഇക്കാനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇക്ക പറഞ്ഞ ഈ ഓരോരോ സാധനങ്ങളായിട്ട് കൊണ്ട് കളഞ്ഞു വന്നിട്ടുണ്ടോ പറയാം. ചെറുതായിട്ട് മതി, ലൈറ്റാ ഗൈസ്. ഞങ്ങളങ്ങനെ ഓരോ സീക്കോൺ പകുതി ആക്കിയിട്ട് സെറ്റാക്കാനുള്ള പ്ലാനിലാണ്. ഷെഫിക്ക ആൻഡ് മീ ഓൺ സ്റ്റേജ്. അപ്പോഴേക്കും ബാക്കിൽ നോക്കി കോട ഇറങ്ങി. എൻ്റെ പോയിട്ട് ഒരു രക്ഷയില്ല. ഇതാണ് കൊടൈ ഗൈസ്. ഇത്തവണത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. വെച്ചാൽ എന്താ പറയുക, ഇറ്റ്സ് പറഞ്ഞാലും അല്ലേ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. സെൻറ്ററിലെ കട്ട് പണ്ണാണ്. രണ്ടാ കട്ട് പണ്ണാണ്. 2 പേപ്പർ 2 ഇല പോലെ അത് അവള് വെച്ചിട്ട്. പിടിച്ചോ വെറുതെ ഗൈസ്. ഇനി സീക്കോൺ കഴിച്ചിട്ട് കാണാം. ഫുൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ഗൈസ്. ഷെഫിക്ക വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ്. അതാണ് ടാബ്ലറ്റ്. ഓന് വേണ്ട മറ്റൊന്നൊന്നും ഇല്ലാണ്ട് എന്താ വേണമെന്നുള്ള ഒരു അത് ആ കുട്ടീനെ കളയിപ്പോ. അതാ അപ്പം അത് വേണ്ടേ? ഓ ഗൈസ്, കുരങ്ങന്മാർ മുകൾ ഭാഗം വിടുന്നില്ല. എന്താ അതിൻ്റെ മുകളിലേക്ക് ഇത്ര നിങ്ങൾക്ക് പെറുക്കാനുള്ളത്? ഏത് ഞങ്ങളുടെ വണ്ടി നിങ്ങളുടെ വണ്ടി അല്ലാന്ന് പറയണ അറിയില്ല. അടിപൊളിയായിരിക്കും. ചാവി വേണോ? ഇപ്പം തരാം. ചാവി ഇപ്പോൾ തരാം ഗൈസ്. നമ്മളങ്ങനെ എടുത്തിരിക്കുകയാണ് നമ്മുടെ ഗുണ കേവിൽ നിന്നും. നേരെ നമുക്ക് സൂയിസൈഡ് പോയിന്റ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം ഏകദേശം 1:30 അപ്പോൾ നമുക്ക് പില്ലറോ കൂടി വെറുതെ ടൈം സ്കിപ്പ് ചെയ്യാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം സ്കിപ്പ് ചെയ്തതാണ്. നേരെ പെടയാം. സംഗതി ഇത്തവണ കോട ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നത്തെ കോട അൺബിലീവബിൾ, അൺബീറ്റബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്, അടിപൊളി എക്സ്പീരിയൻസാണ്.
ഇറക്കിയാൽ മതി. തട്ടൊന്നുമില്ല, ഇറക്കിക്കോളി. വാ. സൂയിസൈഡ് പോയിന്റിലെ സ്ഥിതിയും മോശമല്ല, ഫുൾ കോട. എന്താ പറയുക, ഇന്നത്തെ തവണത്തെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഒരു രക്ഷയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അടിപൊളി എപ്പോളെ. ഇപ്പം എന്തായാലും അയ്യോ സംഗതി നോക്കിയോ, 4 പുറം ഫുൾ കോട. ഞങ്ങളിങ്ങനെ നിൽക്കുന്നു, ഗ്ലാസ് നോക്കില്ല പ്രതീക്ഷിക്കാം, നോക്കിയോട്ടെ. കാരണം ഗ്ലാസ് ഇവിടെയും ചെറുതായിട്ട് കുരങ്ങന്മാരെ ഇതാണ്ടോ. നമ്മൾ ഗ്ലാസ് അടച്ച് പോകാൻ പറഞ്ഞുണ്ടായിരുന്നു, അപ്പോഴും ചിലതൊക്കെ തുറന്നിട്ട് നമുക്ക് ഭയങ്കര ഇതെന്താ സീൻ വെച്ചാൽ ചില കുരങ്ങന്മാരൊന്നും ഉള്ളിൽ കയറും, ഉള്ളിൽ കയറിയാൽ സാധനങ്ങൾ എടുത്തിട്ട് പോവും. അപ്പോൾ നമുക്കത് പിടിച്ചു വാങ്ങാൻ ഒന്നിനും ഒരു വകുപ്പുണ്ടാവില്ല. അപ്പോൾ അവരൊരു സാധനമാവും കയ്യിൽ നിന്ന് പോവാം, വേറൊന്നല്ല വിഷയം. ഓക്കെ, നേരെ ഇനി എന്തായാലും ഈ ഒരു ചെറിയ ഗ്യാപ്പ് കൂടി ഉണ്ട്, തുറക്കാൻ വകുപ്പൊന്നുമില്ല. പക്ഷേ ലെറ്റ്സ് ക്ലോസ് ഇറ്റ്. നമ്മളങ്ങനെ നൈസായിട്ട് പ്രബണ്ണൻ്റെ ചോക്ലേറ്റ് കട അവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വെച്ചാൽ പാർക്കിംഗ് സ്പേസ് നമ്മൾ അവിടെ നിർത്തിയാണ് ഫുള്ളായിട്ട്. നൈസായിട്ട് ഇവിടെ കൂടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് മൂപ്പര് വിളിച്ചു പറഞ്ഞാൽ മൂപ്പര് സെറ്റ് ചെയ്ത് തരും ഗ്യാപ്പ്. ഇവിടെ ബസ്സിനുള്ള ഗ്യാപ്പും കൂടി ഉണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ പർച്ചേസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സെറ്റാക്കാം. അപ്പോഴേക്കും നമ്മുടെ ജീസസിൻ്റെ കുത്തി വണ്ടി ഇതായി നിൽക്കുന്നു. ഇനിവേ നോക്കി നോക്കാം. അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നോക്കി നോക്കാം ഏത് രീതിയിലാണ്. ഇവിടെ ഓരോരുത്തർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ചോക്ലേറ്റ് ഇല്ല, അതൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കണേ. ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണല്ലേ. ഇങ്ങനെ ഓരോ ഇതായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കാനുള്ള മെഷീൻ വർക്കിങ്ങിലാണ്. ഈ ഒരു രീതിയിൽ ചോക്ലേറ്റ് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് മെഷീൻ. അതിലേക്ക് നമുക്ക് ബദാമും ബാക്കിയുള്ള ആൽമണ്ടും ബദാമും ഒന്നാണ് കേട്ടോ, വേറെ കാര്യം ഞങ്ങളൊക്കെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഉണ്ട്, ഈ ഇരിക്കുന്ന ഫുള്ള് ചോക്ലേറ്റ്സാണ്. ഓരോ വെറൈറ്റി ഫ്ലേവേഴ്സ് ഓഫ് ചോക്ലേറ്റ്സ് മിക്സിങ് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സിലായിട്ടുള്ള സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ അഖിലാംബിക്കയുടെ പാർക്കിങ്ങിലെത്തി. ഇവിടെ നമുക്ക് നീരവുണ്ട്, ലൈഗറുണ്ട്, സിങ്കുണ്ട്, ബഗീറുണ്ട്, കിസ്മത്തുണ്ട്, പർവയുണ്ട്, പിന്നെ വേറെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടേക്ക് കയറാനുള്ളതാണ്. അതൊന്നും ഇവിടേക്കല്ല കേട്ടോ. സംഗതി സീരിയസ്ലി ഞാൻ പറയാം, നീരവ് കാണാൻ ഒരു അടിപൊളി തന്നുണ്ട്. അതിൻ്റെ പേരെഴുത്താണ് ആ വണ്ടിയൊന്ന് എടുത്ത് നിർത്തണം അല്ലേ. എൻ്റെ പേരെഴുത്ത് നല്ല രസമുണ്ട് വണ്ടി. ആ പേര് എന്താ, ആ ഒരു ഡിസൈനും പിന്നെ ആ ഒരു ചില വണ്ടികൾ മോശമാകുന്നത് അതിൻ്റെ പേരെഴുതിയ ഫോണ്ട് കാരണമാണ്. ഈ വണ്ടിയുടെ ഫോണ്ട് അടിപൊളിയാണ്, കണ്ണ് വെച്ചൊന്നും പറയരുത്, നല്ല വൃത്തിയുള്ളതുകൊണ്ടാണ് നമ്മൾ വൃത്തിയെടുത്ത് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു വണ്ടി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് എങ്ങനെ ഇവിടെ വക്കേട്ടാ, ഡോറൊക്കെ അടച്ചെന്നോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്താ. നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാം. ബിരിയാണി ആവും മിക്കവാറും, എന്തായാലും സ്ഥിരം ഇപ്പോൾ ബിരിയാണിക്ക് പോവാം. ഈ സേട്ട ക്യാമറ കാണുമ്പോൾ ഓടുന്ന സേട്ട. ബിരിയാണി ഉണ്ട്, കച്ചമ്പറുണ്ട്, അച്ചാറുണ്ട്. തരൂ സേട്ടാ. മതി, റൈസ് മതി. എടാ കുറച്ചടാ. പിന്നെ ഉല്ലാസ് വ്ളോഗ്സ് അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ നൈസായിട്ട് എവിടേക്ക് പോയി, ലേക്ക് കറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ നേരെ കോക്കസ് വാക്കിലോട്ട് പോവാണ്. എന്തിനാന്ന് വെച്ചാൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. അത് കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ എന്താ സാധനം പറഞ്ഞില്ല, വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് അവിടെ പോയിട്ട് പിന്നെ പർച്ചേസ് വന്ന് നമ്മുടെ അവിടെ വരെ ഒന്ന് പോകണം. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ രാവിലെ വന്നപ്പോഴേക്കും സകല നൈറ്റ് സർവീസ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. സംഗതി എന്താ വെച്ചാൽ ഇവിടെ പെർവിൻ്റെ പാഴ്സൽ സർവീസ് ഉണ്ട് കണ്ടോ. അവിടെ പാഴ്സൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ അപ്പുറത്ത് ബസ്സും കിടക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതാണ് മെയിനായിട്ട്. കുറേയൊക്കെ പാഴ്സൽ വണ്ടികളൊക്കെ ചടപടയെന്ന് ഓടി വന്നിട്ട് ഈ പാർക്കിങ്ങിലേക്ക് അടിച്ച് കയറുക. ഏകദേശം ഒരു 10-10:30 കഴിയുമ്പോഴേക്കും എല്ലാ ബസ്സും ഓടി എത്തുന്നുണ്ട്. സംഗതി എന്തായാലും നല്ലൊരു കാര്യമാണ്. സംഗതി മെയിനായിട്ട് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയൊക്കെ പാഴ്സൽ സർവീസാണ്. കാരണം എപ്പോഴും നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ളാക്കിയിട്ട് ഓടാൻ സാധിക്കില്ല, നൈറ്റ് സർവീസ് ബസ്സുകളൊന്നും. അപ്പോൾ അതിൽ മാക്സിമം ആ വണ്ടർ ഡിക്കി സ്പേസ് മുക്കാലും പാഴ്സൽ തന്നെയാവും. അതൊരു സത്യമാണ്. എന്ത്
ചെയ്യാം. സംഗതി അവർക്കും ഓഫ് സീസണിൽ ഓടുന്ന വണ്ടികൾ സീസൺ ടൈമിൽ മാത്രമേ ഈ ചാർജ് കൂട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചാർജ് കൂട്ടിയ സമയത്തുള്ള റവന്യൂ ഇൻകം നമ്മൾ ബാക്കിയുള്ള മാസത്തേക്ക് എടുത്തു വയ്ക്കാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വീരാബോഡി ഉണ്ട്, ടീം കിങ്ങിൻ്റെ അല്ല എന്താ എൻ്റെ പേര് സത്യത്തിൽ കിങ് ആണോ എന്താ വായിക്കുക, കിങ് നോക്കി ഇതെന്താ എനിക്കറിയില്ല. ആൻഡ് ഇവിടെ നമ്മുടെ ഓറഞ്ചിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ വന്നിട്ട് MG ബോഡിയിൽ ലേലാൻഡ് ചേസ് കേട്ടോ. MG ബോഡിയിൽ ലേലാൻഡ് ചേസിന് ഇങ്ങനത്തെ ബോഡിയാണ് കെട്ടിക്കൊടുക്കുന്നത്. തൊട്ട് ബാക്കിൽ ട്രാവലിങ്ങിൻ്റെ ബസ് കിടക്കുന്നുണ്ട്, എൻ്റെ ബാക്കിൽ വേറെ വണ്ടികൾ കിടക്കുന്നുണ്ട്. എന്തായാലും സംഗതി ഇവിടെ അധികം സ്പീഡിൽ കാണാൻ ശ്വാസം മുട്ടലുണ്ടാവും, ഭയങ്കര കിരക്കിലൊക്കെ കൂടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമുക്ക് നൈസായിട്ട് പോവാം. കോക്കസ് വാക്കിൽ എത്തട്ടെ കേട്ടോ. അവിടെ എന്തായാലും 20 രൂപ ടിക്കറ്റ് ഇട്ടുണ്ട്, നോക്കാം. ഗായ്സ് സംഗതി ഇപ്പോൾ കോക്കസ് വാക്കിൽ വന്നപ്പോൾ നോക്കിയത് ഫുൾ മഞ്ഞ് കയറുന്നു. അതുപോലെ വൺ സൈഡ് വെയിൽ, മഞ്ഞ്, അങ്ങനൊരു ഇത്. സംഗതി എന്തായാലും അടിപൊളി, നല്ല തണുത്ത അന്തരീക്ഷം. സമയം ഏകദേശം 3:45. ബട്ട് ആസ് യൂഷ്വൽ നല്ല ക്ലൈമറ്റാണ്, ഏറ്റവും അടിപൊളി ക്ലൈമറ്റാണ്. കുറച്ച് നേരമൊക്കെ വാക്കിനും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ കോക്കേഴ്സ് വാക്കിലൊക്കെ ഒന്ന് പോയി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. സംഗതി സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു ടെമ്പറേച്ചറും നമ്മളിപ്പോൾ പോകുന്നത് ലേക്കിലേക്ക് പോകുന്ന ടെമ്പറേച്ചറല്ല ക്ലൈമറ്റും നല്ല വ്യത്യാസമുണ്ട്. സീരിയസ്ലി ഇവിടെ നല്ല വെയിലാണ്, പക്ഷേ അവിടെ സത്യം പറഞ്ഞാൽ നല്ല വെയിലാണെങ്കിലും നല്ല രീതിയിൽ തണുത്ത കാറ്റ്, നല്ല എൻജോയ്മെൻറ്റ്, അടിപൊളിയായിരുന്നു. സംഗതി വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഗാർഡൻ ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ഗാർഡൻ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടാ അത് കാണാൻ പറ്റില്ല. അതിൻ്റെ ഗ്യാപ്പ് കൂടെ കാണിച്ചു കേട്ടോ. കണ്ടോ, അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഗാർഡനാണ്, അപ്പോൾ അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ അത് നല്ലൊരു സ്പേസാണ്. കണ്ടോ, ഈ രീതിയിലുള്ള ഒരു ഗാർഡൻ. സംഗതി അത് അടിപൊളി സ്പേസാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ലേക്കിലേക്ക് പോവാണ്. ലേക്ക് പോയിട്ട് കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, അതാണ് ഏറ്റവും വലിയ പരിപാടി, അല്ലാതെ വേറെ പരിപാടി. സംഗതി ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞു എങ്കിലും ഒരു ജിംനാസ്യ എന്തെങ്കിലും നോക്കട്ടെ. നമ്മുടെ പാക്കേജറും പിള്ളേരൊക്കെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ കാണാം. അത് നമുക്കൊരു 6 മണിക്ക് നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചു തരാം, അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഷെഫിക്ക വണ്ടിയിൽ കടന്നുറങ്ങണം. മൂപ്പർക്ക് ഉറക്കം വരുന്നു, മൂപ്പരില്ല പറഞ്ഞിട്ട് മൂപ്പര് അവിടെ വണ്ടി കടന്നുറങ്ങി. ഞാൻ എന്തായാലും കിടന്നുറങ്ങിയാൽ നമ്മുടെ പരിപാടി നടക്കില്ല. സോ ഐ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ നൈസായിട്ടൊരു കടല മസാല സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ കണ്ടപ്പോൾ ഓക്കെ കഴിക്കാൻ തോന്നുന്നു. ജസ്റ്റ് പോരെ പോകണം. 50 രൂപ ഉണ്ടായിരുന്നു. എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കടല വന്നിട്ട് ഓക്കെ 2 കിലോ കടല. ഇനി നോക്കിയേക്കാം. ഇതൊക്കെ ഈ ഒരു ഇതിൽ നോക്കാൻ പറ്റും. ഈ ഹൈജീൻ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നും വരില്ല. എന്തായാലും നോക്കാം. ഈ അക്കടയാണ് കേട്ടോ. ₹50 ഇത് കഴിക്കൽ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മൾ ലേക്കിൽ നിന്ന് ആ കാണുന്ന ലേക്ക് കുറച്ചുകൂടി കയറിയപ്പോഴേക്കും അവിടെ പ്രാക്ടീസ് നടന്നത് ഈ ക്രിക്കറ്റിൻ്റെ, അപ്പുറത്ത് ഹൈ ജമ്പിൻ്റെ പ്രാക്ടീസ്. അങ്ങനെ എന്തായാലും ഇതൊക്കെ ഒരു നല്ല വൈബുള്ള പരിപാടിയാണ്, പിള്ളേർ ആഘോഷിക്കുന്നു ആവുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വെച്ചാണ് നമ്മളെ ഫേക്ക് സ്ട്രോബെറി വീഡിയോ എടുത്തത്. അത് അത്യാവശ്യം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്, കുഴപ്പമില്ല. 300,000 ആൾക്കാർ നമ്മളുടെ വീഡിയോ ഷോട്ട് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. ഫേസ്ബുക്ക് യൂട്യൂബിൽ പിന്നെ റീൽസിന് വലിയ റീച്ചിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എന്തായാലും പിള്ളേരെല്ലാം സംഗതി ഓരോ ബൂട്ടല്ല സംഗതി അവർ ഇതൊക്കെ ഇട്ടിട്ട് സെറ്റാകാൻ തുടങ്ങി. എനിക്കത് അതേപോലെ അതിൻ്റെ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും അധികം അറിയില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അഖിലാംബികയിലേക്ക് പോവാം. നമ്മളിത് അവിടെ ജംഗ്ഷനിൽ എത്താറേ പമ്പ് അവിടേക്ക് നമുക്ക് രാവിലെ ബ്ലോക്ക് കിട്ടിയ ഒരു ഏരിയയില്ലേ അവിടേക്ക് പതുക്കെ അങ്ങനെ മന്ദം നീങ്ങിയപ്പോൾ ഇനി കുറച്ച് മധുരം കഴിക്കണമെന്നുണ്ട്. അടുത്ത മധുരമുള്ള കടയ്ക്ക് പോകാൻ.
ഒരു ഐസ്ക്രീം കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓവർ റേറ്റഡ് ആണ് ഐസ്ക്രീം. 40 രൂപയാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ്. 50 രൂപ മേടിച്ച് കിട്ടുന്നത്. GST കണ്ണിക്കണ്ടതൊക്കെ പാടായിട്ട് ഇത് ഇത്തരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡോറ് തുറക്കണ്ട ഒരു സെക്കൻഡ്. സംഗതി ഇതാണ് നമ്മുടെ ഡോറ്. ഓൺലൈനിൽ വണ്ടി പോയതിൻ്റെ കലാപമാണ് അവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും ഒരു ഐസ്ക്രീമിന് തണുപ്പത്തെ ഐസ്ക്രീമിന് ഞാൻ വേറെ വൈബാണ്. അങ്ങനെ വൈബുള്ളവർ കേട്ടോ. ഷിഫിക്കുള്ളിൽ കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. പിന്നീട് പാതിരാത്രിയാവും. സമയം ഏകദേശം 5:30 കേട്ടോ. സോ വീണ്ടും പക്കം പറയും പണക്കം. ഇതിലും വലിയ തണുപ്പത്ത് ഞാൻ വന്നിട്ട് എനിക്ക് ആകെ 2 ദിവസത്തെ ചുമയുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സമയം എത്രയായി? 7 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോഴാണ് നീച്ചത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ പിള്ളേർ വന്നപ്പോൾ ഞാൻ നീച്ചു. തണുക്കണോ അന്നൂറിനൊക്കെ നമുക്ക് അപ്പുറം പോവാം. പോയിട്ട് ചായ കുടിക്കാം. സംഗതി അവിടെ 40 രൂപ ഐസ്ക്രീം എനിക്ക് 50 രൂപ മേടിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. ഡൊമിനോസിലെ ചായ കുടിച്ചാലോ? ഇതാ ഡൊമിനോസ് ഉണ്ട് ഗൈസ്. ഊട്ടിയിൽ ഡൊമിനോസ് ഉണ്ട്. ചവിട്ടില കൊടൈക്കന. ഹോട്ട് ചോക്ലേറ്റിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. അയ്യോ ഇതൊക്കെയാണ് ഒറിജിനൽ ചോക്ലേറ്റ്. ഇത് വേണോ? ക്ലാസ് ഒന്നും ഞങ്ങൾ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് ചോദിച്ചു 300 രൂപ ഒരെണ്ണത്തിന് 150 ഇത്. അതോടെ ഞങ്ങളെ പരിപാടി നിർത്തി. അയ്യോ ഷെഫിക്ക് കൊടുക്ക പൈസ എന്താ ഇവിടുന്ന്. ഞാനാകെ 100 രൂപ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് 300 കൊടുക്കാൻ. നമുക്ക് അപ്പുറം ചായക്കട പോയിട്ട് ചായ കുടിക്കാൻ. ഒരു കോഫി കുടിക്കലുകൊണ്ട് സിമ്പിൾ കുടിക്കാൻ പോയിട്ട് നല്ല ഓൺ ഗോയിങ്. അയ്യോ സംഗതി ചാർജ് 40% കുറവായി. അപ്പോൾ എപ്പോൾ ആണെങ്കിൽ കട്ട് ഓഫ് ആവും. ചായ കുടിക്കില്ലേ? അത് ശരിയാ. അല്ല അവിടെ ചായക്കട ഉണ്ട്. അല്ല ഇവിടെ കോഫി ഇത്ര ചെറിയ ഗ്ലാസ്സിലേ കിട്ടും കേട്ടോ. വലിയ ഗ്ലാസ്സിലൊന്നും കോഫി ഇവിടെ കിട്ടില്ല. അത് തന്നെ പറയാം. അതുപോലെ തന്നെ ക്രീം ബണ്ണ് ഇതാ ചോക്ലേറ്റ് അല്ലേ ഹോട്ട് ചോക്ലേറ്റ് ക്രീം ബണ്ണ് എല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചായ കുടിക്കട്ടെ എന്തായാലും. പെട്ടെന്ന് കട്ട് ഓഫ് ആവും. അതാണ് ഏറ്റവും വിഷയം. ഈ ബാറ്ററി ഭയങ്കര ലോ ആണെന്ന് കാണിക്കും ഗൈസ്. അങ്ങനെ ഒരു ബട്ടർ ബണ്ണ് നമ്മൾ വാങ്ങി. സത്യം പറയാലോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ക്രീം ബണ്ണല്ല ബട്ടർ ബണ്ണാണ്. 20 ഉറുപ്പികയുള്ളൂ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാ ക്രീം ബണ്ണികളുടെ അടിപൊളി. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ആണോ? ഡൊമിനോസ് അവിടെ വരാം. അവിടെ നിന്ന് നേരെ റോഡ് വന്ന് വേണ്ടു. ഓക്കെ അടുത്തവണ എന്തായാലും വന്ന് ഇവിടെ തിന്നിരിക്കും. ഇനി ലേക്കിന് പോകുന്നത് വരെ നേരെ കുഴപ്പമുണ്ട് അവിടെ. ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ ചാറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. തിന്നേണ്ടുമ്പോൾ വായിൽ വിടാൻ തുടങ്ങി. ചപ്പാത്തി വരും. ചപ്പാത്തി രാത്രി അത് നല്ലത്. സോ ലെറ്റ്സ് വെയിറ്റ്. ഓ ഗൈസ് ഞങ്ങളങ്ങനെ വണ്ടി കൊടുന്ന് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സംഗതി സ്ഥിരം കറങ്ങണ വ്ളോഗൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫുള്ള് നമ്മുടെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്ത്. എന്തായാലും നാളത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ടേക്ക് സൈനിങ് ഓഫ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. തൊട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.